നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് സത്യത്തിൽ നമ്മളിലുള്ള ആ അഹങ്കാരം എന്ന് നമുക്കതിനെ വിളിക്കുമ്പോഴും അവിടെയും ഒരു കണ്ടിന്യൂറ്റിയാണ് നമ്മൾ സീക്ക് ചെയ്യണത്. പക്ഷെ ആ കണ്ടിന്യൂറ്റിയിൽ മറ്റുള്ളവരെ വേദനയോ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് അനുഭവിച്ച ആ വേദനയുടെ ആ അവസ്ഥ മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റഡ് ആവുന്ന ഭാഗമോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണില്ല. അതുകൊണ്ടാണ് അതിനെ അഹങ്കാരം എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്, ആ ഹാപ്പനിങ് അല്ലെങ്കിൽ എന്നിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്ന ആ മാറ്റത്തെ ബഹുമാനിക്കാൻ ഞാൻ തയ്യാറാവാത്തതാണ് ബഹുമാനമില്ലായ്മ അല്ലെങ്കിൽ അഹങ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികൾ നമ്മളോട് പെരുമാറുമ്പം അവരും തന്നെ അവരുടെ ആ കണ്ടിന്യൂറ്റി അവർ കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാരണം ഇപ്പുറത്തുള്ള ആളെ ബഹുമാനിച്ചു കൊണ്ട് അവരിൽ സംഭവിച്ചു പോയ ആ അവസ്ഥയിൽ അവർ ഫുള്ളി ഇൻവോൾവ്ഡാണ്. അവിടെ അവർ വിഷമം വരികയാണെങ്കിൽ വിഷമിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് പറയുമ്പം ഇപ്പുറത്തുള്ള ആൾക്കൊരു കോട്ടവും പറ്റണില്ല. എന്തുകൊണ്ടാണ്? കാരണം മുമ്പേ ഉള്ള ഒരു അറിവിൽ നിന്നല്ല അവർ ആക്ട് ചെയ്യണത്. ആ ഇരിക്കണ മൊമെൻറ്റിലുള്ള ആ അനുഭവമാണ് അവർ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യണത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അപ്പുറത്തുള്ള ആളെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ദുരന്തം അനുഭവിച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുരന്തമായിട്ട് മാറിയിട്ടുള്ള അറിവുകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ആ ഇൻസ്റ്റൻറ്റേനിയസ് അല്ലെങ്കിൽ ആ സ്പോണ്ടേനിയസ്ലി ഹാപ്പനിങ് ആവുന്ന ആ ഹാപ്പനിങ്ങിനെ കാണാതെ എവിടെയെന്നോ എപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇന്നതാണെന്ന് തീരുമാനിച്ച തീരുമാനങ്ങളെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാൻ നോക്കുകയാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ആ നിമിഷത്തിലുള്ള ആ അന്തരീക്ഷത്തിൽ നമ്മൾ അനുസൃതമായ ഒരു മാറ്റത്തിന് പകരം നമ്മളെ വികൃതമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളവിടെ വേദനിക്കുക അല്ലെങ്കിൽ നമ്മളവിടെ വിഷമിക്കുക, കാരണം നമ്മളവിടെ ചുരുങ്ങിപ്പോയി. കാരണം ഞാൻ സ്റ്റക്കായി എന്നുള്ള തോന്നൽ വന്ന് എൻ്റെ അഹങ്കാരത്തിനൊരു കോട്ടം വന്ന് അപ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചമാകണ ഈ സിസ്റ്റത്തിനെ നമ്മൾ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇമോഷന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഇമോഷണൽ ആവണത്. നമ്മൾ ഇമോഷണൽ അല്ല ആവേണ്ടത്. വി ഹാവ് ടു സെൻസ് ദ ഇമോഷൻസ്. വി ഡോണ്ട് ഹാവ് ടു ബി ഇമോഷണൽ എന്നല്ല. കാരണം ഒന്നുമായിട്ടും നമ്മൾ താതാമ്യം പ്രാപിക്കല്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായിട്ടും ഒരുമിച്ച് താതാമ്യം പ്രാപിക്കുകയാണ്. വി ആർ നെവർ ഗോയിങ് ടു കോൺകർ എനിത്തിങ്. മനസ്സിലായോ? നമ്മൾ ഒന്നും നേടാനോ നേടിയെടുക്കാനോ ഒരു റിസൾട്ടോ അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾക്ക് പ്രതീക്ഷ എന്ന് പറയുന്ന ഭാഗമില്ല. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ നിരന്തരം അനുഭവിക്കാനുള്ള അത് മാത്രമായിരിക്കണം നമ്മളെ ശ്രദ്ധ.